അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാലാമത്തെ പാഠം പാർട്ട് 1, അതിൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വിദ്യാർത്ഥി കമൻറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചു തന്നതാണ്. ഇതേപോലെ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അത് അറിയിക്കണം. ഇൻഷാ അല്ലാഹ് തെറ്റ് തിരുത്തി എല്ലാവർക്കും ഖുർആൻ പഠിക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. ആ തെറ്റ് എന്താണെന്ന് വെച്ചാൽ 17-ാമത്തെ ആയത്ത് മസലൂഹും എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് വിവരിച്ച് തരുമ്പോൾ അവിടെ ഞാൻ ഉച്ചരിച്ചത് മസലഹും എന്നാണ്. ലാമിന് ഫതഹ് കൊടുത്തിട്ടാണ് ഉച്ചരിച്ചത്. അവിടെ ലമ്മാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഓരോ ആയത്ത് ഓതുമ്പോഴും ഇവിടെ സ്ക്രീനിൽ ആ ആയത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഉച്ചാരണം മാത്രം ശ്രദ്ധിക്കാതെ ആ ആയത്ത് നോക്കി തന്നെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ അത് നോക്കി ഓതിയാൽ മാത്രമേ ആ തെറ്റുകൾ തിരുത്തി മനസ്സിലാക്കി പഠിക്കാൻ എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ തെറ്റുകൾ കൂടാതെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചവൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇപ്പോൾ നമ്മൾ ഇന്ന് 6-ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് 24-ഉം 25-ഉം ആയത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതെന്താ ഹാഫ് പേജ് എന്ന് പറഞ്ഞിട്ട്, ഇതെന്താ ഇവിടെ ഇപ്പോൾ ഒരേ പേജിൻ്റെ ലാസ്റ്റത്തെ ആയത്തും പിന്നെ അടുത്ത പേജിൻ്റെ ആദ്യത്തെ ആയത്തും മാത്രം എടുത്ത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളിപ്പോൾ സംശയം ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ ജുസ് 1 കാൽ ഹിസ്ബ്, റുബോൾ ഹിസ്ബ്, അതായത് ഒരു മുസ്ഹഫിന് 30 ജുസ് ആണുള്ളത്. അതേപോലെ തന്നെ 60 ഹിസ്ബും ഉണ്ട്. അപ്പോൾ ഒരു ജുസുയിൽ 2 ഹിസ്ബ് ഉണ്ടാവും. അങ്ങനെ കാൽ ഹിസ്ബായിട്ടാണ് കണക്ക് കൂട്ടുക. അപ്പോൾ ഒരു ജുസുയിൽ 8 ഹിസ്ബ് ഉണ്ടാവും. അപ്പോൾ ആ ഹിസ്ബ് തരംതിരിക്കുന്ന ഒരു ചിഹ്നം കാണുന്നത് ഇവിടെ 25-ാമത്തെ ആയത്ത് തീരുമ്പോൾ ഇവിടെ ഇന്നല്ലാഹ ലാ യസ്തഈ തുടങ്ങുന്ന ആ ആയത്തിന് മുന്നേ ഒരു ചിഹ്നം കണ്ടോ, അതാണ് ആ കാൽ ഹിസ്ബിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. അപ്പോൾ അതുവരെ നമ്മളിപ്പോൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയുടെ കാൽ ഹിസ്ബ്, അതായത് 25 ആയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് ഈ 25 ആയത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആയിരിക്കും. പിറ്റേ ദിവസം ഒരു ചോദ്യോത്തര ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ ലം തഫഅലൂ വലൻ തഫഅലൂ ഫത്തഖുൻ നാറല്ലതീ വഖൂദുഹൻ നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ ഥമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഅതൂ ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. അപ്പോൾ നമുക്ക് 24-ാമത്തെ ആയത്ത് മനഃപ്പാഠമാക്കാം. ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറല്ലതീ വഖൂദുഹൻ നാസു വൽ ഹിജാറ
ഉഇദ്ദത് ലിൽ കാഫിരീൻ. നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത്. നമുക്കിതിൻ്റെ വേർഡ് ബൈ അർത്ഥം നോക്കാം. ഫഇല്ലം തഫഅലു, എന്നിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ. വലൻ തഫഅലു, നിങ്ങൾ ചെയ്യുന്നതുമല്ല തന്നെ. ഫത്തഖു, എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. അന്നാർ, നരകത്തെ. അല്ലത്തി, യാതൊരു. വഖൂദുഹ, അതിൽ കത്തിക്കപ്പെടുന്നത് ഇന്ധനം. അന്നാസ്, മനുഷ്യരാകുന്നു. വൽ ഹിജാറ, കല്ലുകളും. ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് വേണ്ടി. അപ്പം നമുക്ക് ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. ഇനി നമുക്ക് ഇതിനെ 3 ഭാഗങ്ങളാക്കിയിട്ട് പഠിക്കാം. ഫഇല്ലം തഫഅലു വലൻ തഫഅലു ഒരു ഭാഗം, ഫത്തഖുന്നാറല്ലത്തി വഖൂദുഹ അന്നാസ് വൽ ഹിജാറ അത് രണ്ടാമത്തെ ഭാഗം, ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരി അത് മൂന്നാമത്തെ ഭാഗം. ഞാൻ കമൻറ്റിൽ വായിച്ചതാണ്, മെല്ലെ ഓതി പഠിക്കുന്നതാണ് എല്ലാവർക്കും പഠിക്കാൻ സൗകര്യമെന്ന് കണ്ടതുകൊണ്ട് ഞാൻ മെല്ലെയാണ് ഓതിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം മാത്രമേ ഓതുകയുള്ളൂ, വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണം. ബാക്കി നിങ്ങൾ മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങൾ അത് റിപ്പീറ്റ് അടിച്ച് ഓതിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു. ഈ പോർഷൻ മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതുക. ഇനി രണ്ടാമത്തെ പോർഷനിലേക്ക് പോകാം. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ. അപ്പോൾ ഈ പോർഷൻ നിങ്ങൾ മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ പോർഷനിലേക്ക് കടക്കാം. ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരി, ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരി, ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഫഇല്ലം നല്ല ഓതുണ്ട്. ഫഇല്ലം അവിടെ നൂന് ഗ്രേ കളറാണ് കൊടുത്തത്, അപ്പം നൂന് മറക്കപ്പെടേണ്ടതാണ്. അപ്പം മറച്ച് വെച്ച് ഓതണം. അപ്പം അങ്ങനെ ഓതാം. അപ്പം ഇനി നമുക്ക് ഇത് ആയത്തിനെ ജോയിൻ ചെയ്യുക. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരി. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, ഉഇദ്ദത് ലിൽ കാഫിരീൻ വബശ്ശിരി. അപ്പോൾ നമുക്ക് ഈ ആയത്ത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം 10 തവണ നോക്കിയും 10 തവണ കാണാതെയും മനസ്സിരുത്തി ഓതേണ്ടതാണ്. പിന്നെ പഠിച്ച ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ 5 വക്ത് നമസ്കാരത്തിലും നിങ്ങൾ അത് ഓതിക്കൊണ്ടിരിക്കുക. 5 വക്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 10 തവണ ഓതുകയും കാണാതെ ഓതുകയും കണ്ട് ഓതുകയും അതിനുശേഷം കാണാതെ ഓതുകയും ചെയ്യുക. പിന്നെ പഠിച്ച ഭാഗങ്ങളൊക്കെ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ദൈർഘ്യം കൂടുകയും ചെയ്യും, നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അപ്പം നമുക്ക് 25-ാമത്തെ ആയത്ത് മനഃപ്പാഠമാക്കാം. വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്കൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഅതൂ ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. നബിയെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കുവാനുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. അതിലെ ഓരോ വിഭവവും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ പറയുക. വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അതവർക്ക് നൽകപ്പെടുകയാണ് ഉണ്ടായത്. പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ വേർഡ് വൈ അർത്ഥം നോക്കാം. വബശ്ശിരി, നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അല്ലസീന ആമനു, വിശ്വസിച്ചവർക്ക്. വ അമിലു, പ്രവർത്തിക്കുകയും ചെയ്ത. സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. അന്നലഹും ജന്നാത്തിൻ, അവർക്ക് സ്വർഗങ്ങൾ, ചില സ്വർഗങ്ങൾ ഉണ്ടെന്ന്. തജിരി, ഒഴുകും. മിൻ തഹത്തിയ, അതിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തുകൂടി. അൽ അൻഹാർ, നദികൾ, അരുവികൾ. കുല്ലമാ റുസിഖു, അവർക്ക് ആഹാരം നൽകപ്പെടുമ്പോഴൊക്കെ. മിൻഹ, അവിടത്തിൽ. മിൻ സമറത്തിൻ, ഫലത്തിൽ നിന്ന് വല്ല ഫലവും. റിസ്കൻ, ആഹാരം. കാലു, അവർ പറയും. ഹാദാ, ഇത്. അല്ലദീ, യാതൊന്നാണ്. റുസിഖ്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മിൻ ഖബൽ, മുമ്പേ. വഉതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ബിഹി, അതിനെ. മുതശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ളതായി. വലഹും, അവർക്കുണ്ട് താനും. ഫീഹ, അതിൽ. അസ്വാജും, ഇണകൾ. മുതഹ്ഹറത്തുൻ, പരിശുദ്ധമാക്കപ്പെട്ട. വഹും ഫീഹ, അവർ അതിൽ. ഖാലിദൂൻ, നിത്യവാസികളാണ്. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. ഇനി നമുക്കിതിനെ മുറിച്ച് മനഃപ്പാടമാക്കാൻ ശ്രമിക്കാം. ഇതൊരു വലിയ 4 വരിയുള്ള ഒരു ആയത്താണ്. അപ്പോൾ ഇതിനെ ഏകദേശം ഒരു 5, 6, 7 തവണ മുറിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. വബശ്ശിരിൽ ലസീന ആമനു വ അമിലു സാലിഹാത്ത്. ഈ ഒരു പോർഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വബശ്ശിരിൽ ലസീന ആമനു വ അമിലു സാലിഹാത്ത്. വബശ്ശിരിൽ ലസീന ആമനു വ അമിലു സ്വാലിഹാത്തി. വബശ്ശിരിൽ ലസീന ആമനു വ അമിലു സ്വാലിഹാത്തി. ഇത് മനസ്സിൽ പറയുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ പോർഷൻ നിങ്ങൾ മനസ്സിൽ പതിയുന്നവരെ റിപ്പീറ്റ് ചെയ്ത് ഓതുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്കൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്കൻ. ഇവിടുത്തെ വരെ മതി, അത് കുറച്ച് നീളമായിപ്പോവും. അതുകൊണ്ട് നമുക്ക് റിസ്കൻ വരെ ഈ പോർഷൻ ആക്കാം. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്കൻ. ഇവിടെ തൻവീന്, സമറത്തിൻ്റെ ആ തൻവീന് ഗ്രേ കളറാണ് കൊടുത്തത്. അപ്പം അവിടുന്ന് സമറത്തി റിസ്കൻ തന്നെ ഓതാൻ കേട്ടോ, അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്കൻ. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തി റിസ്കൻ. ഈ ആയത്തും ഈ പോർഷനും നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ടാകുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു.
കാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു കാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു. ഈ പോർഷൻ മനസ്സിൽ പതിയുന്നവരെ ബൈഹാർട്ടാകുന്നവരെ റിപ്പീറ്റ് ചെയ്ത് പോവുക. മൗതൂ ബിഹി മുതശാബിഹ മൗതൂ ബിഹി മുതശാബിഹ മൗതൂ ബിഹി മുതശാബിഹ. ഇതും ഈ പോർഷനും മനസ്സിൽ ബൈഹാർട്ടാകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം. വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ. ഈ പോർഷനും മനസ്സിൽ പതിയുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. വഹും ഫീഹാ ഖാലിദൂൻ ഇന്നല്ലാഹ വഹും ഫീഹാ ഖാലിദൂൻ ഇന്നല്ലാഹ വഹും ഫീഹാ ഖാലിദൂൻ ഇന്നല്ലാഹ. ഈ പോർഷനും മനസ്സിൽ പതിയുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ട് പോർഷൻ ആക്കിയത് ആദ്യം ജോയിൻ ചെയ്യുക, പിന്നെ രണ്ട് പോർഷൻ ഒക്കെ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് നോക്കാം. വബശ്ശിരില്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇത് ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്കൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഅതൂ ബിഹി മുതശാബിഹ. ഈ ലെങ്തിലുള്ള പോർഷനും നിങ്ങൾ എന്ത് ചെയ്യുക, 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ ഇന്നല്ലാഹ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ ഇന്നല്ലാഹ. ഈ പോർഷനും നിങ്ങൾ ഇതേപോലെ തന്നെ 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ജോയിൻ ചെയ്യാം. വബശ്ശിരില്ലസീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്കൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഅതൂ ബിഹി മുതശാബിഹ വലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറ വഹും ഫീഹാ ഖാലിദൂൻ ഇന്നല്ലാഹ. ഇപ്പോൾ ഈ ആയത്ത് വലിയ ആയത്താണ്. കുറച്ച് അതായത് നേരത്തെയൊക്കെ പഠിച്ച 2 ആയത്തുകൾ പഠിക്കുന്ന സമയം ഇതിനും വേണം. അതുകൊണ്ട് ആ സമയം ഇരുന്ന് തന്നെ പഠിക്കുക. പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ 20 തവണ ആവർത്തിക്കുക. 10 തവണ നോക്കുകയും 10 തവണ നോക്കാതെയും മോദി ആവർത്തിക്കുക. പിന്നെ ഒരു കാര്യം കൂടി എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ നിസ്കാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങളിപ്പോൾ 20 ആയത്തോ 23 ആയത്തോളം നിങ്ങൾ മനഃപ്പാഠമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2 റക്അത്ത് നമ്മൾ സൂറത്ത് ഓതാണ്ടുള്ളൂ. അപ്പോൾ ഈ 2 റക്അത്തിൽ ഏകദേശം ഓരോ പേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റും. അപ്പോൾ നിസ്കാരത്തിന് ദൈർഘ്യവും ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും ദീർഘമായി നിസ്കരിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വക്ത് നമസ്കാരത്തിലും മുസാഹഫ് എടുത്ത് പഠിച്ച ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് 10 തവണ നോക്കിയും 10 തവണ കാണാതെയും റിപ്പീറ്റ് ചെയ്യുന്ന വേണം. പിന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം, അതായത് വോയിസ് റെക്കോർഡ് ചെയ്ത് അതിനുശേഷം മുസാഹഫ് എടുത്ത് അത് തമ്മിൽ താരതമ്യപ്പെടുത്തി തെറ്റുകളുണ്ടെങ്കിൽ അന്നേരം തന്നെ തിരുത്തി വീണ്ടും റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ആ റെക്കോർഡഡ് വോയിസ് ഉണ്ടല്ലോ
അത് കുറേ പ്രാവശ്യം നിങ്ങളെ വോയിസ് തന്നെ അത് നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഈ 25 ആയത്ത് അതിൻ്റെ റിവിഷൻ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം കാൽ ഹിസ്ബ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളത്തെ റിവിഷൻ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.